ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, എന്താ നിന്റെ ഉദ്ദേശം? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എടാ, ഞാൻ പിന്നെ എങ്ങനെയാ ചോദിക്കേണ്ടത്? എടാ, നിന്നെ തേടി പോലീസുകാര് നിരന്തരം ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നു. എടാ, ഞാനും നിന്റെ അച്ഛനും കൂടി വർഷങ്ങളോളം ഈ വീട്ടിൽ താമസിച്ചതാ. ഇന്ന് വരെ ഒരു പെറ്റി കേസിന്റെ കാര്യത്തിനായിട്ട് പോലും ഞങ്ങളെ തിരക്കി ഒരു കാക്കിയിട്ടവനും ഈ വീടിനകത്ത് കേറിയിട്ടില്ല. ഇന്നവര് നേരവും കാലവും നോക്കാതെ കേറി ഇറങ്ങുക. അതാ ഞാൻ ചോദിച്ചത്, എന്താ നിന്റെ ഉദ്ദേശം എന്ന്. അമ്മ, പോലീസുകാർ കയറി ഇറങ്ങി പോവാൻ ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലും പോയി ചാടിയിട്ടില്ല. പിന്നെ അവരെന്താ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്ന വീടാ ഇത്. പോലീസുകാര് കയറി ഇറങ്ങുന്ന വീട്ടില് സമാധാനത്തോടെ അവരെങ്ങനെയാ ജീവിക്കുന്നത്? ശ്യാമേ, വിഷ്ണു ജനിച്ചു വളർന്ന വീടായത്. സമയദോഷം കൊണ്ടേ അവന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയി. എന്നുവെച്ചേ ഇവനിവിടെ നിരക്കിവിടാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവനോട് നിൽക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ശാന്തിയും സമാധാനം കിട്ടുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോവാം. അപ്പോ പുറത്തു പോകേണ്ടവർ ഞങ്ങളാണെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നേ? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിനക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നോക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ ജീവിതകാലം മുഴുവൻ നിന്നോളാന്ന് ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞങ്ങള് അങ്ങനെ ഒട്ട് തീരുമാനിച്ചിട്ടുമില്ല. അതെ, വെറുതെ അതും ഇതും പറഞ്ഞ് കാട് കയറി പോയിട്ട് ഒരു കാര്യമില്ല. വിഷ്ണുവിനെ തിരക്കി പോലീസ് വന്നതാണ് കാര്യമെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. വെറുതെ കുടുംബത്ത് കിടന്ന് പരസ്പരം തമ്മി തല്ലി പ്രശ്നം വഷളാക്കല്ല വേണ്ടത്. വിഷ്ണു, നീ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത്? എന്റെ കാരണം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട. ഞാൻ കാരണം എന്റെ കുട്ടികളുടെ ഭാവിക്കൊന്നും വരില്ല. ഞാനാണല്ലോ പ്രശ്നക്കാരൻ. അപ്പൊ പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം. നിക്ക്, എങ്ങനെ കാണൂന്നാ ഇവിടെ ഇറങ്ങിപ്പോയിട്ടാ? എടാ, ഇവരെന്തെങ്കിലും ഓർക്കാ പറഞ്ഞു വെച്ചേ നീ അതിനകത്ത് തുള്ളുവാന്നോ? എടാ മോനെ, ഞാനുണ്ടാക്കി ഇവിടെ നിന്നെ കൂടെ ഉള്ളതാ. ആരൊക്കെ എന്തൊക്കെ അവകാശവാദങ്ങൾ നിർത്തിയാലും ശരി, ഇതേ എന്റെ വിയർപ്പാ, എന്റെ കഷ്ടപ്പാടിന് കിട്ടിയ പ്രതിഫലം. ഞാൻ മരിക്കുന്നവരെ ഇനി ഈ വീട്ടിൽ തീരുമാനങ്ങളൊക്കെ പറയാനുള്ള അധികാരവും എനിക്ക് തന്നെ. എല്ലാം ശരിയാണ് അച്ഛാ, എല്ലാം ശരിയാ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയും നമ്മൾ ചിന്തിക്കുന്ന പോലെയും മറ്റുള്ളവർ പെരുമാറണമെന്നില്ലല്ലോ. ശരിയാണ്, എന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം മനസ്സിലാക്കാനും അവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചില്ല. എന്തായാലും ഇനി ഒരു പോലീസുകാരനെ എന്നെ തേടിയൂടെ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കും. അത്രയും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആമേ, തൃപ്തിയായാലും നിനക്കപ്പോ എന്തിന്റെ ആവശ്യമായിരുന്നു നിനക്ക്? ചുമ്മാ മനുഷ്യനെ മേക്കർത്തരായിട്ട്